അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹോം ഡെക്കർ ഐറ്റം ആണ് കേട്ടോ. നമ്മൾക്ക് തീരെ ചെലവില്ലാതെ നമ്മളുടെ സറൗണ്ടിങ്സിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു നല്ല അടിപൊളി ഹോം ഡെക്കർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും വാങ്ങേണ്ടി വരുന്നില്ല കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു സിൽവർ കളറിലെ സ്പ്രേ പെയിന്റ് ആണ്. ഈ സ്പ്രേ പെയിന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. സിൽവർ കളർ ഇത് യൂസ് ചെയ്തേക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ പിക്ചറിൽ കാണിച്ചതുപോലെ. അപ്പോൾ ഫസ്റ്റ് അത് നല്ലതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയാവും. അപ്പം അതെല്ലാം ഈ ബീഡ്സിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രേ പെയിന്റ് ചെയ്ത് കൊടുക്കും. അത് ഞാൻ താഴെ ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട്, നിലത്തൊന്നും പറ്റാതിരിക്കാനായിട്ട്, പെയിന്റ് വരാതിരിക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ഈ വെച്ചേക്കുന്ന പേപ്പർ ഒന്നൊന്നും മൂവ് ചെയ്ത് കൊടുക്കണേ. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ താഴെ ബീഡ്സിന്റെ താഴെ ഭാഗത്തും കൂടെ പെയിന്റ് എത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഈ ബീഡ്സ് എല്ലാം മാലയുടെ ബീഡ്സ് ആട്ടോ. മാല പൊട്ടിയപ്പോഴത്തേക്കും അത് കോർക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചിരുന്നായിരുന്നു. പിന്നെ അതിന് പറ്റിയില്ല. അപ്പം ആ മാലയുടെ ബീഡ്സ് ആണ്, മോളുടെ മാലയുടെ ബീഡ്സ് ആണ് ഇതെല്ലാം. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ചുള്ളിക്കമ്പ, മരത്തിന്റെ കുറച്ച് കട്ടിയുള്ള, നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമല്ലേ. അപ്പൊ അങ്ങനെ ചുള്ളിക്കമ്പ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുണ്ട് അതിന്. പിന്നെ അതിലേക്ക് കൊടുക്കുന്നത് ബ്ലാക്ക് കളറിലെ പെയിന്റ് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ പെയിന്റ് ചെറിയൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾക്ക് പെയിന്റ് കിട്ടുന്ന വലിയ ടിന്നിലല്ലേ. അപ്പൊ ആ ടിന്നോട് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ എപ്പോഴും ബ്രഷ് മുക്കിയൊക്കെ എടുക്കുമ്പോഴത്തേനും എങ്ങാനും മറിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളേ. അതിനകത്ത് നിന്നാണ് ഈ പെയിന്റ് ചെയ്യുന്നത്. അപ്പം അത് കുറച്ച് കെയർഫുള്ളി ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പറ്റാതിരിക്കാനായിട്ട് ഗ്ലൗസ് യൂസ് ചെയ്യാം. ഇനി അഥവാ ഇത്തിരി പെയിന്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഇപ്പൊ ടേബിളിലോ അല്ലെങ്കിൽ താഴെ എങ്ങാനും വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പോയാലും കുഴപ്പമില്ല കേട്ടോ. തിന്നർ കിട്ടും. തിന്നർ കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് പൊക്കോളും. ഈ പെയിന്റ് വാങ്ങുന്ന കടയിൽ തന്നെ തിന്നറും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സൈഡിൽ ഫുൾ പെയിന്റ് ചെയ്തിട്ട് അത് ഡ്രൈ ആയതിനു ശേഷമാണ് മറ്റേ ഭാഗം പെയിന്റ് ചെയ്ത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ പിടിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ആ സൈഡും കൂടെ ഡ്രൈ ആവാനായിട്ട് വെക്കുന്ന സമയത്ത് നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കണം. ഈ മരത്തിന്റെ ചില്ല ഉണ്ടല്ലോ, അതിൽ വെക്കാനായിട്ട് ഞാൻ ഫോയിൽ പേപ്പറിന്റെ ചെറിയ ചെറിയ പീസസ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് സ്മോൾ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പോലും. നമ്മൾ ഓൾറെഡി ബീഡ്സ് സിൽവർ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അലുമിനിയം ഫോയിൽ ആകുമ്പോഴത്തേക്കിനും അതിനകത്ത് കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു ബീഡ്സ് പോലെ കിട്ടും. അത്രയും വലിയ ബീഡ്സ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നത്. എളുപ്പത്തിന് നല്ലൊരു കുറച്ച് വലുപ്പമുള്ള ബീഡ് പോലെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ അലുമിനിയം ഫോയിൽ. അതാണെങ്കിലും ഇപ്പൊ ഈ ഇതിൽ കാണുന്നത് പോലെ തന്നെ, ഈ ക്ലിപ്സിൽ കാണുന്നത് പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതങ്ങനത്തെ സൈസ് അങ്ങ് ചെറുതായിട്ട് നമുക്ക് കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ക്രഷ് ചെയ്തിട്ട് നമ്മളുടെ കൈ കൊണ്ടൊന്ന് ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ബോളിന്റെ ഷേപ്പ് കിട്ടും. നമുക്ക് കുറച്ച് ഫോയിൽ പേപ്പർ ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇത് ഫിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ സ്പേസിങ് നോക്കിയിട്ട് അഥവാ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാം. ഇനി ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ വാർണിഷ് എടുത്തിട്ടുണ്ട്. വാർണിഷ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ആ ഒരു ക്ലിയർ ആയിട്ട് വേണം, ലിക്വിഡ്, ഒരു ബ്രൗൺ കളർ ലിക്വിഡ് ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കമ്പിലേക്ക് ഈ വാർണിഷ് അടിച്ചു കൊടുക്കുക. എന്തിനാ വാർണിഷ് ചെയ്യുന്നത് വെച്ചാൽ, അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പൊടിയൊക്കെ പിടിക്കുവാണെങ്കിൽ, നമ്മൾ ഒരു ഹോം ഡെക്കർ ആയിട്ട് വെക്കുന്നതല്ലേ, പൊടിയൊക്കെ പിടിക്കുവാണെങ്കിൽ അത് തുടച്ചെടുക്കാനായിട്ട് നല്ല സൗകര്യം ഉണ്ടാവും. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ ഒരു ഷൈനിങ് കൊടുക്കും ഈ വാർണിഷ് കൊടുക്കുമ്പോഴത്തേക്കിനും. അപ്പോൾ വാർണിഷ് ചെയ്തതിന് ശേഷവും നമ്മൾ കുറച്ച് നേരം അത് ഡ്രൈ ആവാനായിട്ട് വെക്കണം.
അപ്പോൾ നമ്മൾ വാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പും നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് എൻ്റെ കയ്യില് 2 പീസ് ഉണ്ട്. ഒരെണ്ണം നല്ല ബ്രാഞ്ചസ് ഉള്ളതും പിന്നെ ഒരെണ്ണം എനിക്ക് എക്സ്ട്രാ കിട്ടിയ കുറച്ച് നീളമുള്ളൊരു കമ്പും. അപ്പം അതും ഒരു ബ്രാഞ്ച് പോലെ തോന്നിക്കാനായിട്ട് താഴെ ഭാഗത്ത് ആ ഒരു ഞാനൊരു ടേപ്പും കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ബ്രാഞ്ച് ആയിട്ട് ഇരിക്കാനാ. കാരണം ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോട്ടിൽ എന്തെങ്കിലും ഒരു ഫ്ലവർ വേസിൽ ഇറക്കി വെക്കാനാ. അപ്പോൾ എന്തായാലും ആ ഭാഗം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിയിൽ അങ്ങനെ പെയിന്റും വാർണിഷും ഒന്നും കാര്യമായിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേസിൽ ഇത് എങ്ങനെയാ ഇരിക്കാൻ പോകുന്നത്, ആ പൊസിഷനിൽ തന്നെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ബീഡ്സും പിന്നെ അതുപോലെ നമ്മളുടെ ഫോയിൽ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ബോൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാനും സൗകര്യം ഉണ്ടായിരിക്കും. അപ്പം ഒന്ന് ടേപ്പ് കൊണ്ട് ചുറ്റിയിട്ട് കറക്റ്റ് ഫേസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഈ ബീഡ്സ് എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത് ആ രീതിയിൽ ഫേസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാനൊരു ഗ്ലൂ ഗണ്ണും കൊണ്ട് സ്പേസിങ് നോക്കിയിട്ട് ഈ ബീഡ്സ് ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുവാണേ. ആദ്യം ഫോയിൽ പേപ്പർ ബോൾസ് അത്യാവശ്യം സ്പേസിങ്ങിലൊക്കെ വെച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് ഈ സിൽവർ ബീഡ്സ് ഇല്ലേ, നമ്മളുടെ മാലയുടെ ബീഡ്സ് പെയിന്റ് ചെയ്ത് അത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബീഡ്സും കൂടെ ഞാൻ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുവാണേ. നമ്മൾ ഹോട്ട് ഗ്ലൂവും കൊണ്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കോളും. പിന്നെ അതുപോലെ ബീഡ്സ് ഫിറ്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേനും എന്നെ ഹെൽപ്പ് ചെയ്യാനും ആള് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എവിടെയെങ്കിലും സ്പേസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇടയ്ക്ക് ആ ബീഡ്സ് വെച്ച് കൊടുക്കാം. കാരണം ആ ബീഡ്സ് എല്ലാം ഒന്നും ഫിനിഷ് ആയിട്ടില്ല. അതേസമയം ഫോയിലിന്റെ ബോൾസ് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലൂ ഗണ്ണിന്റെ കുറച്ച് ഗം ഇങ്ങനെ വിട്ട് കിടക്കുന്നത് അതൊക്കെ നമുക്ക് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്കിതിനെ നല്ലൊരു ഫ്ലവർ വേസിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ഏത് ബാക്ക്ഗ്രൗണ്ട് അതിന് നല്ലതായിട്ട് ചേരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ വെക്കാം. ഞാൻ പല ബാക്ക്ഗ്രൗണ്ട് ട്രൈ ചെയ്ത് നോക്കി. വൈറ്റ്, റെഡ്, ബ്ലാക്ക് ഒക്കെ നോക്കി. റെഡ് നല്ല ഭംഗിയുണ്ട്, വൈറ്റും നല്ലതാണ്, കുഴപ്പമില്ല. ബ്ലാക്കിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ചില്ലകളൊക്കെ ബ്ലാക്ക് അല്ലേ, അതുകൊണ്ട് തന്നെ സിൽവർ ആണ് ശരിക്കും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഏതാ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് നല്ല തോന്നുന്നത് അവിടെ വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.